അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ ഒരാക്ഷേപം എന്ന് പറയുന്നത് ഇസ്ലാം നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രോത്സാഹനം നൽകുകയും അതിന് ആഹ്വാനം ചെയ്യുകയും ആളുകളെ കൊണ്ട് നിർബന്ധിതമായി തങ്ങളുടെ മതം മാറ്റാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോകത്ത് ഇന്ന് ഇസ്ലാം പടർന്നു പന്തലിച്ചിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം മൂലമാണ് എന്നും പല രാജ്യങ്ങളിലും അധിനിവേശം നടത്തിയ രാജാക്കന്മാർ, മുസ്ലിം രാജാക്കന്മാർ അവിടെയുള്ള ആളുകളെ നിർബന്ധപൂർവം മതത്തിലേക്ക് പരിവർത്തിപ്പിച്ചതാണ് എന്നും അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഉണ്ടായത് എന്നും അല്ലെങ്കിൽ ഇസ്ലാം വളർന്നത് എന്ന് പൊതുവിൽ പ്രചരിപ്പിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇസ്ലാം ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തു പറയുന്നു? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും മുസ്ലിങ്ങളോട് മാതൃകയാക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രവാചക പ്രഭു ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയാണ്. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ചര്യ എന്തായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്. മതത്തിൽ ഒരു തരത്തിലുള്ള ബലപ്രയോഗവുമില്ല. കാരണം മതം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ലാ ഇക്രഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു തരത്തിലുള്ള ബലപ്രയോഗവുമില്ല. ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്, സത്യവും അസത്യവും അത് വ്യതിരിക്തമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സത്യവും അസത്യവും വ്യതിരിക്തമാക്കി കാണിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി സത്യം സ്വീകരിക്കണമോ അസത്യത്തിൻ്റെ പിന്നാലെ പോകണമോ എന്നുള്ളത് മനുഷ്യൻ്റെ വിവേചന അധികാരത്തിൽ, മനുഷ്യൻ്റെ അധികാരത്തിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു. അവന് അതിൽ ഏതാണ് അവന് ഉചിതമായി തോന്നുന്നത് അത് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ മതകാര്യത്തിൽ ഒരിക്കലും തന്നെ ഒരു നിർബന്ധവും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വക്കുലിൽ ഹക്കു മിൻ റബ്ബിക്കും ഫമൻ ഷാഹ ഫൽ യുമിൻ വമൻ ഷാഹ ഫൽ യക്ഫുർ. നിങ്ങളുടെ നാഥനിൽ നിന്ന് ഇതാ സത്യം വന്നെത്തിയിരിക്കുന്നു. ഹക്ക് എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് അത് മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സത്യം നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവർ അതിനെ നിരാകരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ ഒരു വിശ്വാസം സ്വീകരിക്കാനും അതിനെ നിരാകരിക്കുവാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുകയാണ്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് തന്നെ പറയുന്നത്, നിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ സന്ദേശം എത്തിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയായി. നീ ഒരിക്കലും തന്നെ അവരുടെ മേൽ കാര്യനിർവാഹകനല്ല, അല്ലെങ്കിൽ നീ ഏതെങ്കിലും തരത്തിൽ അവരുടെ മേൽ നിർബന്ധപൂർവം ഇത് അടിച്ചേൽപ്പിക്കുവാൻ ഉള്ള അധികാരം നിനക്കില്ല. മറിച്ച് ഈ സന്ദേശം അവരിലേക്ക് എത്തിക്കുകയും അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് നിൻ്റെ ഉത്തരവാദിത്വം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പോലും
ഇത്തരത്തിലുള്ള ഈ മതവിശ്വാസം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അധികാരം മാത്രമാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ മറ്റു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരാളെയും തന്നെ നിർബന്ധപൂർവം മതം പരിവർത്തിപ്പിക്കാൻ യാതൊരു തരത്തിലുള്ള അധികാരവും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിൻ്റെ നാഥൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ മുഴുവൻ ആളുകളെയും വിശ്വാസികളാക്കി തീർക്കാൻ അവന് സാധിക്കുമായിരുന്നു. പക്ഷേ അവൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യരിൽ ആരാണോ സത്യത്തിൻ്റെ മാർഗം അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്നത് അവർ അത് സ്വീകരിക്കട്ടെ എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്നും അവിശ്വാസികളെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്നും പറയുന്നുണ്ട്. ചുരുക്കത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള നിർബന്ധവും വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തും കാണാൻ സാധ്യമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെ നിങ്ങൾ ഇത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ്, ഈ ഗ്രന്ഥം അവതരിച്ചിരിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയും ആ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സൃഷ്ടാവിൽ നിന്നുള്ള മാർഗദർശനമാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ട് ഈ ഗ്രന്ഥം പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല. അത് ബോധ്യപ്പെടുമ്പോൾ അതിന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം തങ്ങളുടെ സൃഷ്ടാവ് തങ്ങളെ എന്തിന് സൃഷ്ടിച്ചു എന്നുള്ള കാര്യം അന്വേഷിക്കാൻ കൂടി വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് നിർദ്ദേശിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മക്കയിൽ ജീവിച്ച ആദ്യത്തെ 13 വർഷം, ആ വർഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ ഭാഗത്തു നിന്ന് കഠിനമായ പീഡനങ്ങളും അതുപോലെ തന്നെ മർദ്ദനങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകൾക്കും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് അവർ തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ അവർക്കൊരിക്കലും തന്നെ ഒരാളെയും തന്നെ മതത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ നിർബന്ധിച്ച ഒരാളെപ്പോലും മതത്തിലേക്ക് മാറ്റിയതായി നമുക്ക് കാണാനും സാധ്യമല്ല. മറ്റൊരു ചിന്തിക്കേണ്ട കാര്യം, ആദ്യത്തെ ഈ 13 വർഷങ്ങളിൽ മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ഈ 13 വർഷങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനേകം ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ പ്രതീക്ഷയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ഈ പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നത് ആ വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതായതുകൊണ്ടായിരുന്നു. അതല്ല എങ്കിൽ നിർബന്ധിപ്പിച്ച ആരെങ്കിലും അവരെ മതത്തിലേക്ക് മാറ്റിയതായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ അത് ഉപേക്ഷിച്ച് പോകുമായിരുന്നു. മറിച്ച് അവർക്കൊരിക്കലും തന്നെ അത്ര മനുഷ്യ മനസാക്ഷിയെ കിടിലം കൊള്ളിക്കുന്ന അത്തരത്തിലുള്ള ഒരു പീഡനങ്ങളും സഹിക്കേണ്ടതായി വരുമായിരുന്നില്ല. പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തതിന് ശേഷം മദീനക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ തങ്ങളുടെ അധികാരിയായി വാഴിക്കുകയുണ്ടായി. ആ സമയത്ത് പ്രവാചകൻ ഉണ്ടാക്കിയ കരാർ എന്ന് പറയുന്നത് അത് മദീന കരാർ എന്ന പേരിൽ വിശ്വപ്രസിദ്ധമാണ്. ആ കരാറിലെ ഒരു നിബന്ധന എന്ന് പറയുന്നത് ഇവിടെ ഇഷ്ടമുള്ളവർക്ക് അവരുടെ മതം അനുസരിച്ച്, യഹൂദികൾക്ക് അവരുടെ മതം അനുസരിച്ചും ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ മതം അനുസരിച്ചും മുസ്ലിങ്ങൾക്ക് അവരുടെ മതമനുസരിച്ചും ജീവിക്കാം, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാം എന്നുള്ളതായിരുന്നു. അവരുടെ മതമനുസരിച്ച് ജീവിക്കാം എന്ന് മാത്രമല്ല, അവരുടെ മതവിശ്വാസവും അവരുടെ മതഗ്രന്ഥങ്ങളും അനുസരിച്ചായിരിക്കും അവരോടുള്ള സമീപനം എന്നുകൂടി, അല്ലെങ്കിൽ അവരവരുടെ മതവിശ്വാസത്തിൻ്റെയും മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക എന്നുപോലും അതിൽ രേഖപ്പെടുത്തിയിരുന്നു.
അപ്പോൾ ഒരിക്കലും തന്നെ അവിടെ എല്ലാവരും ഇസ്ലാം സ്വീകരിക്കണമെന്നോ അതിനുവേണ്ടി ശ്രമിക്കണമെന്നോ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നീട് അറേബ്യൻ മുഴുവൻ ജയിച്ചടക്കിയ സമയത്തും മക്ക വിജയമുണ്ടായ സമയത്തും മക്കയിൽ തന്നെ മറ്റ് വിശ്വാസക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്ക് പൂർണ്ണമായി അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സർവ്വസ്വാതന്ത്ര്യവും നൽകപ്പെട്ടതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മതവിശ്വാസത്തിന് അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ നിർബന്ധം ചെലുത്തിയിട്ടില്ല എന്നതിന് അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ചരിത്രവും നമ്മുടെ മുമ്പിൽ സാക്ഷ്യമാണ്. കാരണം മതം എന്ന് പറയുന്നത് ഹൃദയവുമായി, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്, ആദർശം എന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹൃദയത്തെ ഒരിക്കലും തന്നെ ഫലപ്രയോഗത്തിലൂടെ മാറ്റാൻ സാധ്യമല്ല. ഒരാളെ ആയുധം കാണിച്ചുകൊണ്ട്, വാളോ തോക്കോ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം നമുക്ക് ചെയ്യിപ്പിക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. പക്ഷേ അയാളുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കാൻ ഒരിക്കലും സാധ്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശിഷ്യന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനിതരസാധാരണമായ സ്നേഹവും ആത്മാർത്ഥതയും കൂറും അവർ വെച്ചു പുലർത്തിയതായി കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകന് വേണ്ടി തങ്ങളുടെ സർവസ്വവും അവർ ത്യജിക്കുകയുണ്ടായി. പ്രവാചകൻ അവരോട് യുദ്ധത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ പറഞ്ഞപ്പോൾ അവർ ഇറങ്ങിപ്പുറപ്പെടുകയും തങ്ങളുടെ സർവസ്വവും പ്രവാചകന് വേണ്ടി ത്യജിക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതൊന്നും ഒരിക്കലും തന്നെ ഫലപ്രയോഗത്തിലൂടെ സാധ്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്കറിയാം, ഇന്ന് കാണുന്ന ഇന്തോനേഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നാണ്. അവിടെ ഒന്നും തന്നെ ഒരാളും തന്നെ അക്രമകാരിയായി പോവുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു അധിനിവേശം നടത്തുകയോ അതിലൂടെ മുസ്ലിങ്ങളാവുകയോ ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അവിഭക്ത ബംഗാളിൻ്റെ പ്രദേശങ്ങൾ, ഇവിടെയൊന്നും തന്നെ ഇസ്ലാം ഇന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള അധിനിവേശം നടന്നതായി നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് അവിടെയെല്ലാം അവിടെ എന്നല്ല, ഇന്ത്യയിൽ മുഴുവൻ ഇസ്ലാം പ്രചരിച്ചത് രാജാക്കന്മാരിലൂടെ ആയിരുന്നില്ല, അധിനിവേശ ശക്തികളിലൂടെ ആയിരുന്നില്ല, മറിച്ച് സൂഫി വര്യന്മാരിലൂടെയും അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മഹാത്മാക്കളിലൂടെയും അജ്മീറിലെ മൊയ്നുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി, നിസാമുദ്ദീൻ ഔലിയ മുതലായ മഹാത്മാക്കളിലൂടെ ആയിരുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളോ അവർക്ക് സൈന്യങ്ങളോ അവർക്ക് അധികാരങ്ങളോ ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരുടെ വിശുദ്ധമായ ജീവിതവും അവരുടെ ജീവിത മാതൃകയും കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്. ചുരുക്കത്തിൽ ഇസ്ലാം ഒരു സ്ഥലത്തും തന്നെ ഒരാളെയും നിർബന്ധപൂർവം മതം മാറ്റുന്നതിനോ മതപരിവർത്തനം നടത്തുന്നതിനോ പറയുന്നില്ല. മറിച്ച് വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദർശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് മനുഷ്യൻ അന്വേഷിക്കുകയും കണ്ടെത്തുകയും പൂർണ്ണമായ ബോധ്യം വരുമ്പോൾ മനുഷ്യൻ അത് വിശ്വസിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ കാര്യത്തിനാണ് ഇസ്ലാം ഊന്നൽ നൽകുന്നത്. ആ സ്വാതന്ത്ര്യം എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിൽ ഒരാൾക്ക് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരിക്കെ ഇസ്ലാം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരാൾക്ക് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസിയായിരിക്കെ അയാൾക്ക് ബോധ്യപ്പെടുകയാണ് മറ്റേതെങ്കിലും മതം, ഹിന്ദു മതമോ ക്രിസ്തു മതമോ മറ്റേതെങ്കിലും മതമോ അതാണ് ശരിയാണെന്ന് തോന്നുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടായിരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു തരത്തിലുള്ള ഫലപ്രയോഗവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധ ജീവിതവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരുടെ ജീവിതവും നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന സത്യമെന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരു തരത്തിലുള്ള ആഹ്വാനം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സൂചന പോലും നൽകുന്നില്ല. മറിച്ച് മതത്തിൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത്, മതം സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടത്തിന് മാത്രം വിട്ടുകൊണ്ട് മനുഷ്യന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ കാര്യത്തിൽ ഇസ്ലാം നൽകിയതായി കാണാൻ സാധിക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ
ശ്രമിക്കണമെന്ന വിനീതമായ അപേക്ഷയോടുകൂടി നിർത്തുന്നു. വ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.